ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെഥിയാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മിനി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ കേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ണിയപ്പക്കാരയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പം എങ്ങനെയാണ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ ഈ കുഞ്ഞൻ കേക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബാറ്റർ റെഡിയാക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു കപ്പിന് അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ കേക്കിന് നമ്മൾ ഫുൾ ബാറ്റർ മിക്സിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. മെഷറിംഗ് കപ്പൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതേ കപ്പിന് തന്നെയാണ് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും അളക്കുന്നത്. അപ്പം ആ ഒരു കപ്പിന് 1/4 കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് മൈദയാണ്. അപ്പോൾ 1/4 കപ്പ് റവയ്ക്ക് ഞാൻ 1/4 കപ്പ് മൈദയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ആണ്. ഞാൻ 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. കാരണം നമ്മളിവിടെ പൊടികൾ അരിച്ചൊന്നും എടുക്കുന്നില്ലല്ലോ. അപ്പം നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കി എടുക്കുമ്പോഴേക്കും എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ മാറിക്കിട്ടും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് മുട്ടയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എഗ്ലെസ് കേക്കാണ്. ഞാൻ 1/4 കപ്പ് എണ്ണയാണ് ചേർത്തത്, സൺഫ്ലവർ ഓയിൽ. പിന്നെ നമുക്ക് ആവശ്യം പാലാണ്. ഞാൻ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മൊത്തം പാൽ നമ്മൾ ചേർക്കണ്ട കേട്ടോ. കുറച്ചൊഴിച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളുടെ ബാറ്റർ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കാരണം റവ ആയതുകൊണ്ട് ചിലപ്പം നമ്മൾ വെച്ചിരിക്കുമ്പോൾ ഒന്ന് കുറുകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പാൽ ആഡ് ചെയ്ത് കൊടുക്കാം ആ ടൈമിൽ. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ബാറ്റർ അധികം കട്ടിയൊന്നും ആയിട്ടില്ല കേട്ടോ. വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഇതിൽ കട്ടി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാൽ ഈ ടൈമിൽ ആഡ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് വിനീഗറാണ്. വൈറ്റ് വിനീഗറാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് വിനീഗറിന് പകരം നമ്മൾ വിനീഗർ യൂസ് ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 സ്പൂൺ തൈരുണ്ടല്ലോ, അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് വാനില എസൻസ് ആണ്. അപ്പോൾ 1 സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ബാറ്റർ റെഡിയാവും. ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉണ്ണിയപ്പക്കാരയിലേക്ക് ഒഴിച്ചെടുത്ത് നമ്മളെ കേക്ക് റെഡിയാക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഞാനിവിടെ ഉണ്ണിയപ്പക്കാര ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിൽ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് നെയ്യൊന്ന് തടവിയിട്ടേ ഉള്ളൂ, അല്ലാതെ വേറെ എണ്ണയോ നെയ്യോ ഒന്നും അധികം ഒഴിച്ചിട്ടില്ല. ഒന്ന് തടവി കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് നിറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ആ ഒരു കുഴിയിൽ ഒരു 1/4 അല്ലെങ്കിൽ ഒരു 1/2 ഭാഗം വരുന്ന രീതിയിൽ മാത്രമേ ബാറ്റർ ഒഴിച്ചു കൊടുക്കാമുള്ളൂ. കാരണം നമ്മുടെ കേക്കൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് പൊങ്ങി വരുമല്ലോ. അപ്പം 1/2 കൂടുതൽ നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു അളവിന് വേണം നമ്മൾ ഓരോ കുഴിയിലും ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതിന് നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ എൻ്റെ ഉണ്ണിയപ്പക്കാരയ്ക്ക് അടപ്പില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് അതിന് പാകമായൊരു അടപ്പെടുത്ത് അടച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ 3 മിനിറ്റ് തന്നെ ധാരാളമാണ് കേട്ടോ ഒരു ഭാഗം കുക്കായി വരാനായിട്ട്. അപ്പോൾ ഇതിന് തിരിച്ചിട്ടിട്ട് നമുക്കൊരു 2 മിനിറ്റ് മതി. ആ ടൈമിൽ നമ്മളുടെ കേക്ക് റെഡി ആയിക്കൊള്ളും. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തോന്നറിയാൻ നമുക്ക് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കാം കേട്ടോ. ഉള്ളിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ടോ എന്നറിയാൻ. 5 മിനിറ്റ് തന്നെ ധാരാളമാണ് നമ്മളുടെ ഈ കേക്ക് കുക്കായി വരാനായിട്ട്. ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ കേക്ക് ഇവിടെ റെഡിയാണ്. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കി ബാറ്ററും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു കേക്കാണ്. അതും മുട്ടയൊന്നും ചേർക്കാതെ വെജിറ്റേറിയൻസ് തന്നെ ആയാലും കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നമുക്ക് കേക്കിന് വേണ്ട ബീറ്ററോ അല്ലെങ്കിൽ ബേക്കിംഗ് ട്രേയോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഉണ്ണിയപ്പക്കാരയിൽ ഒഴിച്ച് 5 മിനിറ്റ് തയ്യാറാക്കാൻ പറ്റിയൊരു കേക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര നല്ല കേക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റായി വായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അത്ര സോഫ്റ്റായ കേക്കാണ്. ഞാൻ എൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട്
നല്ല സ്പോഞ്ച് ആയിട്ടുള്ള കേക്കാണ്. അതും വളരെ എളുപ്പത്തിൽ വെറും 5 മിനിറ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ കേക്കാണ്. സാധാ ഒരു കേക്ക് നമ്മൾ ചെയ്യണമെങ്കിൽ മിനിമം ഒരു 20 മിനിറ്റെങ്കിലും വേണമല്ലോ. ഇത് വെറും 5 മിനിറ്റ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക്